നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ നാളിന് ശേഷം, ഏതാണ്ട് 1.5 വർഷത്തിന് ശേഷം നമുക്ക് PIP അനുബന്ധിച്ച് കൂടി ഇരുവാൻ സുഹൃത്തുക്കളുടെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം 2019 ജനുവരി മാസം 17-ാം തീയതി നമ്മുടെ ഫസ്റ്റ് PIP നടന്നത്. അതിനുശേഷം അന്ന് ക്ലോസ് ചെയ്ത PIP പിന്നെ വർഷങ്ങൾ, ഈ 1.5 വർഷം ശേഷം ഇന്നാണ് പിന്നെ റീസ്റ്റാർട്ട് ആവുന്നത്. ദൈവം നമ്മളെ ഇതുവരെ നടത്തിയ വലിയ കൃപകൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഷെഡ്യൂളില് അധ്യക്ഷൻ നമ്മുടെ പാസ്റ്റർ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ PIPയുടെ ഫസ്റ്റ് ആദ്യത്തെ ഇൻഫർമേഷൻ ആണ്. സോ പാസ്റ്റർ ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. പ്രിയ ബെന്നി കൊച്ചുമൻ ബ്രദർ PIPയുടെ സെക്രട്ടറിയായി ശുശ്രൂഷിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ PIPയുടെ പ്രോഗ്രാമിലേക്ക് അധ്യക്ഷനായി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടും എല്ലാ PIP ഭാരവാഹികളോടും എല്ലാ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരോടുമുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം ഒരുമിച്ച് PIP ആയി നമുക്ക് ഈ മാധ്യമത്തിലൂടെ കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സാവകാശം നൽകി തരുന്നല്ലോ. അല്പസമയം നമ്മൾ മുൻപോട്ട് പോയാലും ഏകദേശം 19 പ്രോഗ്രാമുകളും നമുക്ക് ഇന്നുണ്ട്. എല്ലാ പ്രോഗ്രാമുകളിലും അറ്റൻഡ് ചെയ്ത് എല്ലാവരും പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അല്പസമയം 10-15 മിനിറ്റ് ചിലപ്പോൾ നമ്മൾ മുൻപോട്ട് പോകേണ്ടി വരും. ക്ഷമയോടെ കാത്തിരിക്കുവാൻ ഓർപ്പിക്കുന്നു. എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ഈ PIP മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ PIP ആരംഭിക്കാം. നമ്മുടെ പ്രിയ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ അലക്സ് ബ്രദർ ദയവായി തുടർന്നുള്ള പ്രോഗ്രാമുകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം കർത്താവേ. വീണ്ടും കർത്താവേ, ഞങ്ങൾക്ക് PIP ആയി കൂടി വരുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായ സ്തോത്രം കർത്താവേ. അനേകർക്ക് കഴിയാത്ത ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നതിനായ സ്തോത്രം കർത്താവേ. സഭയായ ദൈവമേ, അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, കുഞ്ഞുങ്ങൾ കർത്താവെ ഏറ്റിരിക്കുന്ന പ്രോഗ്രാമൊക്കെ അനുഗ്രഹമായി ചെയ്യുവാൻ കർത്താവെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല കർത്താവെ. ഹാലലുയ കഴിഞ്ഞ നമ്മെ ഹാലലുയ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിൽ ദൈവയുടെ ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ സഹായിക്കണ കർത്താവെ. ദൈവമുള്ള കുഞ്ഞുങ്ങളായ ദൈവമേ വളർന്നു വരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കൃഷ്ണായി സ്തോത്രം. ഹല്ലേലൂയ. സാമച്ചാന്റെ സാക്ഷ്യം കേൾക്കുവാനിടയായല്ലോ. കനദാസനെ ദൈവം സഹായിക്കണേ. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം അറിയുന്നല്ലോ അപ്പാ. ഇതിന്മേലെല്ലാം ദൈവം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സഭയായി കർത്താവേ ദൈവം ഓരോ ദിവസവും ഹല്ലേലൂയ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഞങ്ങളുടെ സഭയായി ദൈവം ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഏറ്റിരിക്കുന്ന പ്രോഗ്രാം എല്ലാം കർത്താവ് വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. മേലോട്ട് വരുമ്പോൾ തോറും കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം നാമത്താണമേ. ആമേൻ. ഹല്ലേലൂയ. അലക്സ് ബ്രദറിനെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് അടുത്തത് ഉപക്രമ പ്രസംഗമാണ്. ഞാൻ സമയത്തിന്റെ ക്രമീകരണം അനുസരിച്ച് അവസാനം സമയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ സമയം അങ്ങനെ ക്രമീകരിക്കുന്നു. ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് അതിനുവേണ്ടി ബ്രദർ ബെന്നി കൊച്ചുമനെ റിപ്പോർട്ട് വായനയ്ക്കായി ക്ഷണിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലൂടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. 58ാമത് PIP റിപ്പോർട്ട്. കഴിഞ്ഞ 57 PIP വളരെ അനുഗ്രഹമായി നടത്തപ്പെടുവാൻ സുഖതയുടെയാക്കി കൃപിക്കാൻ ഞാൻ അദ്ദേഹത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസ് 8:31 നാം ഇങ്ങനെ വായിക്കുന്നു: നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്ത് ഒക്കെയും അറിയിക്ക എന്ന് പറഞ്ഞു അവനെ അയച്ചു. അവൻ പോയി യേശു തനിക്ക് ചെയ്തൊക്കെയും പട്ടണത്തിൽ എല്ലാവരോടും അറിയിച്ചു. 17/1/2020 അവസാനമായി PIPയോട് അനുബന്ധിച്ച് കൂടിയിരുവാൻ നമുക്ക് ദൈവം ഇടയാക്കിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്നേ ദിവസം ബ്രദർ ജോർജ് അവർ ദേശസ്ഥാനം വഹിക്കുകയും പ്രാർത്ഥിച്ച് ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് നമ്മുടെ സഹോദരങ്ങൾ നല്ല പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. അന്നേ ദിവസം സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും സിസ്റ്റർ ആൻസി അത് പാസ്സാക്കാൻ അഭിപ്രായപ്പെടുകയും ബ്രദർ ക്രിസ് അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അന്നേ ദിവസം ഓഫറിംഗ് ഇനത്തിൽ 173 ദീർഘം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് നല്ല പ്രോഗ്രാമുകളാണ് നമ്മുടെ സഹോദരങ്ങൾ തുടർന്ന് നല്ല പ്രോഗ്രാം അവതരിപ്പിച്ച സഹോദരങ്ങൾക്ക് ഉണർവ് പകർന്ന് അന്നേ ദിവസം പ്രോഗ്രാം അവസാനിപ്പിക്കുകയുണ്ടായി. തുടർന്ന് 18 മാസങ്ങൾക്ക് ശേഷം
COVID-19 എന്ന മഹാമാരി കാരണം നമുക്ക് കൂടി വരാൻ അവസരം ലഭിക്കാതെ കഴിഞ്ഞു. തുടർന്ന് സൂം പ്ലാറ്റ്ഫോമിൽ കൂടി നാം PIP ആരംഭിക്കാൻ തീരുമാനിക്കുകയും പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്ത പ്രകാരം സോങ്സ് Annabelle and Alex, Bible reading Jensen Georgie, 10 Commandments Kezia and Matthew, The Fruit of Spirit Alan Joseph Alex, Action Song Rona Ben David and Patty, Barbecues Blessy Georgie, Songs Serin Nainan, Bhavana Sneha Licho, Song Kezia and Matthew, Story Jensen Georgie, Group Song Alex Vargas and Patty, Illocation Lena Ben David, Family Song Vinod Matthew and Family, Special Program Licho Sargent, Violin Jensen Georgie എന്നിവ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഏൽക്കുകയും ചെയ്തു. ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് ദൈവം നമ്മെ നടത്തി വിടുവിച്ച വിധം ഓർക്കുമ്പോൾ നമ്മുടെ കുറുവാക്യം പോലെ യേശു ചെയ്ത നന്മകൾ ലോകം മുഴുവൻ സാക്ഷ്യമാകുവാൻ ഈ PIP മുഖാന്തരം ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടോടെ ചുരുക്കുന്നു എന്ന് PIPക്ക് വേണ്ടി സെക്രട്ടറി. എന്തെങ്കിലും ഭേദഗതി ഉണ്ടെങ്കിൽ അത് പറയാം. നമ്മൾ റിപ്പോർട്ട് വായിച്ചു കേട്ടു. വായിച്ച റിപ്പോർട്ട് പാസ്സാക്കണം. റിപ്പോർട്ട് പാസ്സാക്കാമെന്ന് ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പാസ്സാക്കാമെന്ന് അഭിപ്രായപ്പെടുകയും മറ്റൊരാൾ അതിനെ സെക്കൻഡ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വേഗത്തിൽ, സമയം ഒട്ടും കളയരുത്. ഇതിനുശേഷം അനബൽ അലക്സിന്റെ ഒരു സോങ് ആയിരിക്കും. റെഡിയായിരിക്കണം. റിപ്പോർട്ട് പാസ്സാക്കാം. അല്ലെങ്കിൽ ഒരാൾ അഭിപ്രായം പറയുക, ഒരാളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, റെജി ബ്രദർ റിപ്പോർട്ട് പാസ്സാക്കാമെന്ന് അഭിപ്രായപ്പെട്ടു. ഒരാൾ അതിനെ സെക്കൻഡ് ചെയ്യാം. റിപ്പോർട്ട് സെക്കൻഡ് ചെയ്തു. ഓക്കെ, ജോജി ബ്രദർ റിപ്പോർട്ട് പാസ്സായിരിക്കുകയാണ്. അടുത്തതായിട്ട് മനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. അനബൽ ആൻഡ് അലക്സ്. Praise the Lord. I'm going to sing this song. Bless the Lord, my soul. Oh, I should your holy name. Sing like never before. Oh, my soul.
കരങ്ങളടിച്ച് എല്ലാവരും ഒന്ന് അനുമോദിക്കാം. മനോഹരമായ ഗാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി പ്രിയമകളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ട് ബൈബിൾ റീഡിംഗ് അതിനുവേണ്ടി ജെൻസൺ ജോജിയെ ക്ഷണിക്കുന്നു. Praise the Lord. Psalms 3. Lord, how many are my foes? How many rise up against me? Many are saying of me, God will not deliver him. But you, Lord, are a shield around me, my glory, the one who lifts my head high. I call out to the Lord, and he answers me from his holy mountain. I lie down and sleep. I wake again, because the Lord sustains me. I will not fear though 10,000 assail me on every side. Arise, Lord, deliver me, my God. Strike all my enemies on the jaw. Break the teeth of the wicked. From the Lord comes deliverance. May your blessing be upon your people. Praise the Lord. Praise the Lord. പ്രിയ ജനസനെ ധാരാളം കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്നും ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് പ്രിയ പൈതലിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തായിട്ട് 10 കമാൻഡ്മെന്റ്സ് അതിനുവേണ്ടി കെസിയ ആൻഡ് മാത്യുവിനെ ക്ഷണിക്കുന്നു. 10 കമാൻഡ്മെന്റ്സിന് ശേഷം ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് അലൻ ജോസഫ് അലക്സ് റെഡിയായിരിക്കുവാൻ ഓർപ്പിക്കുന്നു. ഇപ്പോൾ 10 കമാൻഡ്മെന്റ്സ് കെസിയ ആൻഡ് മാത്യു. Praise the Lord. 10 കൽപ്പനകൾ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക. കൊല ചെയ്യരുത്. വ്യഭിചാരം ചെയ്യരുത്. മോഷ്ടിക്കരുത്. നിന്റെ കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. കൂട്ടുകാരനുള്ള യാതൊന്നും മോഹിക്കരുത്. ആമീൻ. ആമേൻ. കരമടിച്ച് പ്രിയ മകളെ ഒന്ന് അനുമോദിക്കാം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനം പഠിച്ച് ഗ്രഹിച്ച് അത് മെമ്മറൈസ് ചെയ്യുവാൻ പറയുവാൻ കർത്താവ് കൊടുക്കുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് അലൻ ജോസഫ് അലക്സ്. ഞാൻ പറയാൻ ആത്മാവിന്റെ ഫലങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘമ, ദയ, പരമാരം, വിശ്വസ്ത, സൗമ്യത, ജയം. ധാരാളം സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരേണ്ടതിനായി തുടർന്നും ഓർത്ത് പ്രാർത്ഥിക്കാം. വ്യാഴനെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ടൊരു ആക്ഷൻ സോങ് നമുക്ക് കേൾക്കുകയും കാണുകയും ചെയ്യാം. ആക്ഷൻ സോങ്ങിന് ശേഷം ബൈബിൾ ക്വിസ് ആയിരിക്കും ബ്ലസ്സി ജോജി. ഇപ്പോൾ ആക്ഷൻ സോങ് അതിനായിട്ട് റോണ ബെൻ ഡേവിഡ് ആൻഡ് ടീം.
ഹായ് ഹല്ലേലൂയ. ഫ്രണ്ട്സ്, കരങ്ങളടിച്ച് നേച്ചുറൽ ടേസ്റ്റിലേക്ക് കരങ്ങളടിച്ച് എല്ലാവർക്കും കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. ഹല്ലേലൂയ. മനോഹരമായ ആക്ഷൻ സോങ്ങിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെയും പ്രിയ സിസ്റ്ററേയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ട് ബൈബിൾ ക്വിസ്, അതിനുവേണ്ടി സിസ്റ്റർ ബ്ലസ്സി ജോർജി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 ടീമായിട്ട് തിരിക്കുന്നു. ബോയ്സിന്റെ ടീമൊന്നും ഗേൾസിന്റെ ടീമും ആയിട്ട്. ഒരു ടീമിന് 3 ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മറ്റു ടീമിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോയ്സിനോടാണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗേൾസിനോട്, അങ്ങനെ പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അബ്രഹാമിന്റെ സഹോദരന്മാരുടെ പേരുകൾ എന്തായിരുന്നു? ബോയ്സ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ലേഡീസിന് പാസ് ചെയ്യട്ടെ? ചെയ്തു. ഓക്കെ, ലേഡീസ് ആർക്കെങ്കിലും പറയാം. അബ്രഹാമിന്റെ സഹോദരന്മാരുടെ പേരുകൾ എന്തായിരുന്നു? ഞാൻ തന്നെ പറയാം. ജെനസിസ് 11:26 നാഹോർ, ഹാരാൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗേൾസിന്. ഞാൻ 2 സംഭവം പറയും. ആദ്യം എന്താ സംഭവിച്ചെന്ന് പറയണം. യോഹന്നാന്റെ ശിരച്ഛേദം അല്ലെങ്കിൽ 5000 പേരെ പോഷിപ്പിച്ചു. 5000 പേരെ പോഷിപ്പിച്ചു അതാണോ സംഭവിച്ചത് ആദ്യം, അതോ യോഹന്നാനെ ശിരച്ഛേദം ചെയ്ത്? ഏതാണ് സംഭവിച്ചതെന്ന് പറയാം? ഗേൾസ്. യോഹന്നാനെ ശിരച്ഛേദം ചെയ്താണ് ആദ്യം സംഭവിച്ചത്. അത് മത്തായി 14:10 കാണുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബോയ്സിനാണ്. രൂത്തിന്റെ ഭർത്താവിന്റെ പേരെന്താണ്? ബോവസ്. കറക്റ്റ്. രൂത്ത് 4:10 പറയുന്നു. 4ാം ക്വസ്റ്റ്യൻ ഗേൾസിനോട്. ഏത് 2 പക്ഷികളെയാണ് നോഹ പെട്ടകത്തിൽ നിന്ന് സന്ദേശവാഹകരായി അയച്ചത്? കാക്കയും പ്രാവും. ജെനസിസ് 8:7 പറയും. 5ാമത്തെ ക്വസ്റ്റ്യൻ ബോയ്സിനോട്. യഹോവ ശമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? യഹോവ യഹോവ നമ്മോട് കൂടെയല്ല, യഹോവ സമാധാനം. അത് യഹോവ ശാലോമാണ്. അല്ല, സൗഖ്യദായകൻ. അത് യഹോവ റാഫയാണ്. അല്ല. ഓക്കെ, ഇത്രയും ചാൻസസ് ബോയ്സിന് കിട്ടി. ഗേൾസിലേക്ക് പാസ് ചെയ്യുന്നു. അത് ഓക്കെ, എക്സാക്ട് ആൻസർ കിട്ടിയില്ല. യഹോവ അവിടെയുണ്ട്. ഇസക്കിയേൽ 48:35. 2 കൂട്ടർക്കും പോയി. അടുത്തായി ഗേൾസിനാണ്. യേശുവിന് എത്ര സഹോദരന്മാരുണ്ടായിരുന്നു? അവരുടെ പേരുകളും പറയണേ. 4 സഹോദരന്മാരുണ്ട്. 4 സഹോദരന്മാരുണ്ട്. കറക്റ്റ്. അവരുടെ പേരുകൾ ആരൊക്കെയെന്ന് പറയാമോ? യാക്കോബ്, യോസെ 2 പേരുണ്ട്. ബോയ്സിന് പാസ് ചെയ്യട്ടെ? ബോയ്സിന് പറയാം. യാക്കോബ്, യോസഫ്, യൂദ. ഒന്നാരാന്ന് ഓർക്കുന്നില്ല. ഓക്കെ, യാക്കോബ്, യോസെ, യൂദ, സൈമൺ, മർക്കോസ്,
6:3. അടുത്ത ബോയ്സിനാണ്. ദൈവവുമായി കൂടുതൽ പറഞ്ഞത് റീച്ചാനാണ്. അപ്പം ബോയ്സിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ബോയ്സിനോടാണ്. ദൈവവുമായി യുദ്ധം ചെയ്ത സ്ഥലത്ത് യാക്കോബ് എന്താണ് വിളിച്ചത്? ആ സ്ഥലത്തിന് ചോദ്യം ഒന്നുകൂടെ പറഞ്ഞേ. ദൈവവുമായി യുദ്ധം ചെയ്ത സ്ഥലത്ത് യാക്കോബ് എന്താണ് വിളിച്ചത്? ഗേൾസിന് പാസ് ചെയ്യുന്നു. കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? പെനിയേൽ എന്നാണ് ആൻസർ. പെനിയേൽ. ജെനസിസ് 32:30 ഗേൾസ് അടുത്ത ക്വസ്റ്റ്യൻ. പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം ഏതാ? യൂദ അല്ല. ഒരു ചാൻസോട് ഗേൾസിന്. യോഹന്നാൻ സ്പെസിഫൈ ചെയ്യുമോ? യോഹന്നാൻ 3-ാം ലേഖനം. യോഹന്നാൻ 3-ാം ലേഖനം. ബോയ്സിന് പാസ് ചെയ്യുന്നു. 1 യോഹന്നാൻ. യോഹന്നാന്റെ 2-ാം ലേഖനം. അതാരാ പറഞ്ഞേ? ബാക്കി എല്ലാം ഒരു അധ്യായമുള്ള ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെങ്കിൽ വേഴ്സസ് കുറവ് വരുന്ന 2 ജോൺ. 9ാമത്തെ ക്വസ്റ്റ്യൻ. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം ഏത്? വിത്ത് റെഫറൻസ് പറയണം. ബോയ്സ്. ഏറ്റവും ചെറിയ വാക്യം വിത്ത് റെഫറൻസ്. റെഫറൻസ് പറയുമോ? എനിക്കെന്തോ ഷായിച്ച നോക്കുവാന്ന് തോന്നുന്നു. ഗേൾസിന് അറിയാമോ റെഫറൻസ്? യോഹന്നാൻ 11:35. യോഹന്നാൻ 11:35. 11:35. ഹാഫ് ഓഫ് കൊടുക്കുന്ന പോയിന്റ്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗേൾസിനോടാണ്. യേശു എത്ര നേരം കുരിശിൽ തൂങ്ങി? എത്ര മണിക്കൂർ? എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു കുരിശിൽ? എത്രയാണ്? 3 അല്ല, 6 മണിക്കൂറാണ്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 25. ഓക്കെ. പോയിന്റ്സ് ഒന്ന് എന്തോ? ഓക്കെ, പറയാം. ബോയ്സിന് 3.5 പോയിന്റ്, ഗേൾസിന് 5.5 പോയിന്റ്. ഓക്കെ. ബാക്കി ക്വിസ് മാസ്റ്ററിന്. ഗേൾസ് ആണ് ലീഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റീവ് 5.5 പോയിന്റ് നേടി ഇന്നത്തെ ക്വിസിൽ വിൻ ചെയ്തിരിക്കുകയാണ്. പ്രോഗ്രാം നടത്തിയ ബ്ലസ്സിസ്റ്റോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും കരങ്ങളിൽ അടിച്ചൊന്ന്. പറഞ്ഞോ. പോയിന്റിലൊരു സംശയം ചോദിച്ചോട്ടെ? പറഞ്ഞോ. അല്ല, അതിൽ 4 ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മാസ്റ്റർ എന്നല്ല ആൻസർ പറഞ്ഞേ? ഏത്
4 ക്വസ്റ്റ്യൻ ക്വിസ് മാസ്റ്റർ തന്നെയല്ലേ ആൻസർ പറഞ്ഞേ. ആദ്യത്തെ 2 ക്വസ്റ്റ്യനും ജെൻസിന്റെയും ലേഡീസിന്റെയും 2 ക്വസ്റ്റ്യൻ ക്വിസ് മാസ്റ്റർ തന്നെ പറഞ്ഞേ. ഇടയ്ക്ക് 2 ക്വസ്റ്റ്യൻ ക്വിസ് മാസ്റ്റർ തന്നെ ആൻസർ പറഞ്ഞേ. പകുതി പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് തോന്നുന്ന ആൾക്കാർ, അതുകൊണ്ടായിരിക്കും. പകുതി പോയിന്റ് നമ്മൾ ഇടയ്ക്ക് കൊടുത്തായിരുന്നു ഒരു ഇതിന്. ഹാഫ് കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ ജെൻസ് 3.5 പോയിന്റും ലേഡീസ് 2.5 പോയിന്റ് വരുന്നുണ്ട്. ലേഡീസ് 2.5 പോയിന്റോ? 2.5 പോയിന്റ്, ജെൻസ് 3.5 പോയിന്റ്, 4 പോയിന്റ്. ആളുടെ പേര് എഴുതിയില്ല, ജസ്റ്റ് ജനറലി എഴുതിയുള്ളൂ ബോയ്സ് ഗേൾസ് ആയിട്ട്. അല്ല, ഞാൻ നോട്ട് ചെയ്തായിരുന്നു. അപ്പം ഗേൾസിന് ശരിക്കും പറഞ്ഞാൽ 4.5 പോയിന്റ് ഉണ്ട്, ബോയ്സ് ടീമിന് 3.5, ക്വിസ് മാസ്റ്റർക്ക് 2, അങ്ങനെ മൊത്തം 10 ക്വസ്റ്റ്യൻ അല്ലായിരുന്നു? അതെ, മൊത്തം 10 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ 4.5, 3.5, 2. ഓക്കെ ഓക്കെ, സോറി ഫോർ ദ കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു പാട്ട് കൂടെ കേൾക്കാം. അതിനായിട്ട് സെറീൻ നൈനാനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷനും മാസ്റ്റർമാർക്കും ഈ സൂം പ്ലാറ്റ്ഫോമിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. നേടിയതല്ല തേടി വന്നു ജീവൻ തന്നവനേ, ശൈലവും എന്റെ സങ്കേത നഗരം ബലവും നീയല്ലയോ. നേടിയതല്ല തേടി വന്നു ജീവൻ തന്നവനേ, ശൈലവും എന്റെ സങ്കേത നഗരം ബലവും നീയല്ലയോ. നിരന്തരമായി സ്തുതി പാടാൻ ഉടയോനെ കൃപ തരൂ. നിരന്തരമായി സ്തുതി പാടാൻ ഉടയോനെ കൃപ തരൂ. സ്വരമായി എന്നിൽ നിറയും വരമായ നിൻ കൃപ, ഫലമില്ലാതായിടുമ്പോൾ തെളിവായി നിൻ സ്മൃതി. സ്വരമായി എന്നിൽ നിറയും വരമായ നിൻ കൃപ, ഫലമില്ലാതായിടുമ്പോൾ തെളിവായി നിൻ സ്മൃതി. പരമോന്നതാ പിതാവേ, തിരുമുൻപിൽ വന്നിടുമ്പോൾ അറിയാതെ എന്നിലുണരും സംഗീത സാഗരം നിരന്തരമായി സ്തുതി പാടാൻ ഉടയോനെ കൃപ തരൂ. നിരന്തരമായി സ്തുതി പാടാൻ ഉടയോനെ കൃപ തരൂ. വെയിൽ താണു കൂതിർന്നു ഫലമേകും നാളുകൾക്കായി ഉയിരേകും ജീവനാഥ തുണയായി നീ വരൂ. വെയിൽ താണു കൂതിർന്നു ഫലമേകും നാളുകൾക്കായി ഉയിരേകും ജീവനാഥ തുണയായി നീ വരൂ. കനലെരിയും ഭൗമ വഴിയിൽ കുളിർ കാറ്റായി നിന്റെ സ്നേഹം, മുകിലായി പാരിതിങ്കൽ കുളിരേകും സ്നേഹമേ നിരന്തരമായി സ്തുതി പാടാൻ ഉടയോനെ കൃപ തരൂ. നിരന്തരമായി സ്തുതി പാടാൻ ഉടയോനെ കൃപ തരൂ. നേടിയതല്ല തേടി വന്നു ജീവൻ തന്നവനേ, ശൈലവും എന്റെ സങ്കേത നഗരം ബലവും നീയല്ലയോ. മനോഹരമായ ഗാനത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സുരനെ ധാരാളം കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് നമുക്കൊരു ഭാവന
കേൾക്കാം. അതിനായി സിസ്റ്റർ സ്നേഹ ലിജോയെ ക്ഷണിക്കുന്നു. ഭാവനയ്ക്ക് ശേഷം കെസിയ ആൻഡ് മാത്യുവിന്റെ ഒരു പാട്ടുണ്ടായിരിക്കാൻ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഭാവനയ്ക്കായി സിസ്റ്റർ സ്നേഹ ലിജോയെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ശേഷം കടന്നു വന്നിരിക്കുന്ന എല്ലാ POP മെമ്പേഴ്സിനും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. പെട്ടിക്കുള്ളിലെ ലോക്ക്ഡൌൺ ദിനങ്ങൾ. ഞാൻ മിസസ് നോഹ. എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ മോഹന സ്വപ്നങ്ങളുമായാണ് ഞാൻ നോഹ അച്ചായന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വളരെ സൗമ്യനും ശാന്തനും ദൈവഭക്തനുമായിരുന്നു നോഹ അച്ചായൻ. നീ എത്ര ഭാഗ്യവതിയാണ്, എത്ര നല്ല അച്ചായൻ. എല്ലാവരും ഞങ്ങളുടെ കൊച്ചു കുടുംബത്തെ നോക്കി പ്രശംസിച്ചു. ഞങ്ങളുടെ അയൽക്കാരിയായിരുന്നു ലാമേക്കും കുടുംബവും. മിക്കവാറും ലാമേക്കും മദ്യപിച്ച് കുടുംബത്തിൽ ലഹള ഉണ്ടാക്കുന്നത് പതിവായിരുന്നു. ലാമേക്കിന്റെ ഭാര്യമാരായ ആദിയും സില്ലയും തമ്മിൽ മിക്കവാറും പൊരിഞ്ഞ വഴക്കിലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും സന്തോഷവും സമാധാനവും കളിയാടി. എപ്പോഴും പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും ഞങ്ങളുടെ കുടുംബത്തിന്റെ മുഖമുദ്രയായിരുന്നു. താമസിക്കാതെ ഞങ്ങളുടെ ദാമ്പത്യ വല്ലരിയിൽ 3 കുസുമങ്ങൾ വിരിഞ്ഞു. ഷേം, ഹാം, യാഫേത്ത്. വളരെ അധർമ്മം നിറഞ്ഞ ചുറ്റുപാടുകളിൽ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിൽ വളർത്തുന്നതിൽ ഞങ്ങൾ വളരെ ഉത്സാഹിച്ചു. അയൽപക്കങ്ങളിലെ കുട്ടികൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇന്റർനെറ്റിലും രാവുകൾ പകലുകളാക്കിയപ്പോൾ ബൈബിൾ പഠിക്കുവാനും ഡാഡിയോടൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാനും മക്കൾ ഉത്സാഹിതരായി. വർഷങ്ങൾ പറന്നകന്നു. ഞങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായി. എന്റെ മനസ്സിലും ആദിയായി. ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാ എന്റെ ഇങ്ങനെ പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കുന്നത്? ഇന്റർനെറ്റ് മാരേജുകളുടെ ഈ കാലത്ത് അയൽപക്കത്തെ സില്ല ഓർമ്മിപ്പിച്ചു. matchtomari.com പോയി പേര് രജിസ്റ്റർ ചെയ്താൽ പോരെ? അപ്പോൾ ഞാൻ പറഞ്ഞു, ജോലിയൊക്കെയുള്ള പെൺകുട്ടികളെ തന്നെ അതിലൂടെ കിട്ടുമായിരിക്കുമല്ലേ. എന്തായാലും ദൈവകൃപയാൽ നല്ല പെൺകുട്ടികളെ തന്നെ ദൈവം ഞങ്ങൾക്ക് മക്കൾക്ക് പങ്കാളികളായി കൊടുത്തു. അങ്ങനെ വളരെ സന്തോഷമായി ജീവിച്ചു വരികെ നോഹ അച്ചായൻ എന്തോ ഒരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് ഓടി വരുവാനിടയായി. ഞാൻ പെട്ടെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു, അച്ചായനെയും അടിയങ്ങളെയും യേശുവിന്റെ രക്തത്താൽ മറയ്ക്കണമേ കർത്താവേ. അച്ചായൻ പറഞ്ഞു, നീ പേടിക്കണ്ടടി, ഇത് ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദമാ. ആ ശബ്ദം ഇങ്ങനെയാണ് പറയുന്നത്: ഭൂമി മുഴുവൻ വഷളായി ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനാൽ ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുന്നു. ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിയുവാൻ ഉള്ള നിയോഗം അച്ചായന് കിട്ടി. അങ്ങനെ തിടുക്കത്തോടെ അച്ചായൻ പെട്ടകത്തിന്റെ പണി തുടങ്ങി. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം സംഘർഷഭരിതമായിരുന്നു. വിശ്രമമില്ലാതെ അച്ചായൻ എല്ലാ സഭകളും കയറി ഇറങ്ങി പരസ്യയോഗം നടത്തി. ആര് കേൾക്കാൻ? അതിനിടയ്ക്ക് അപ്പുറത്തെ സില്ല വന്ന് പറയുകയായി, എന്റെ ആന്റി, അച്ചായന് വട്ടാണെന്നാണ് സഭക്കാരും നാട്ടുകാരും പറയുന്നത്. ജലപ്രളയം ഉണ്ടാകുമെന്ന്, എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും ഏതെങ്കിലും ആയുർവേദശാലയിൽ പോയി നെല്ലിത്തളം തലയിൽ വെച്ച് ഒരു നല്ല ട്രീറ്റ്മെന്റ് നടത്തിയാൽ ഭേദം വന്നേക്കാം. ഞാനപ്പോൾ ഒത്തിരി പരിഹാസിയായി. സങ്കടം സഹിക്കവയ്യാതെ ഒരു ബൈബിൾ വചനം, കഷ്ടതയുടെ നടുവിൽ നടന്നാലും ഞാൻ നിന്നെ ജീവിപ്പിക്കുന്ന യഹോവ എന്ന വാക്യം വാട്സപ്പ്, ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഞാൻ ആശ്വസിച്ചു. പെട്ടെന്നൊരു സന്ധ്യാസമയം ദൈവം പറഞ്ഞു, പെട്ടകത്തിൽ കയറിക്കൊള്ളാൻ. ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് കാട്ടിലെ കൊമ്പനാനയും ജിറാഫും ഒട്ടകവും എല്ലാം ജോഡിയായി പെട്ടകത്തിന് മുമ്പിൽ നിരനിരയായി വന്നു. എല്ലാവരും ഐക്യതയോടെ ഇരിക്കുന്നു. അതേ, ദൈവസഭയിൽ എല്ലാവരും സമന്മാരാണ് എന്ന പാഠം പെട്ടകത്തിനുള്ളിലെ ഐക്യതയിൽ കൂടി ദൈവം വെളിവാക്കി. പെട്ടെന്ന് പേമാരി. ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. പെട്ടകം പണിത എഞ്ചിനീയർ, മറ്റു ബന്ധുക്കൾ, അയൽക്കാർ എല്ലാവരും വാതിലിൽ വന്ന് തള്ളാൻ തുടങ്ങി. എന്തു ചെയ്യാം? ദൈവമല്ലേ വാതിലടച്ചത്. പെട്ടകത്തിനുള്ളിലെ ലോക്ക്ഡൌൺ ദിനങ്ങൾ 1 വർഷത്തിലധികം പിന്നിട്ടു. പവർവിഷന്റെ വീട്ടിലെ സഭായോഗത്തിൽ പങ്കുചേർന്ന നാളുകൾ എണ്ണി നീക്കി. പെട്ടകം ആരാരാധ പർവ്വതത്തിൽ ഉറച്ചു. അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. പതിയെ പെട്ടകത്തിന് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തെ കഥ വിവരണാതീതം ആണ്. വാക്കുകൾ എവിടെയോ വിങ്ങുന്നു. തുടർന്ന് വിവരിക്കുവാൻ എനിക്ക് ശക്തി പോരാ. കേൾക്കുവാൻ നിങ്ങൾക്കും എനിക്കറിയാം. അങ്ങനെ നിൽക്കുമ്പോൾ പച്ചയൊലിവുമായി പ്രാവ് പറന്നെത്തി. ഒലിവ് അച്ചായന് കൊടുക്കുന്നതും കണ്ടു. ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിലാണ് ഭക്തന്റെ വില ലോകം അറിയുന്നത്. അപ്പോഴേക്കും ദൈവത്തിന്റെ ഉടമ്പടിയുടെ അടയാളമായ മഴവില്ല് ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്നു ഉണ്ടായിരുന്നു. താങ്ക് യു. അനുമോദിക്കാം. മനോഹരമായ അർത്ഥവത്തായ ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ, ദൈവം പറയുന്നതിനെ അതുപോലെ ഏറ്റെടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മനോഹരമായ ഭാവനയ്ക്കായി നന്ദി പറയുന്നു. തുടർന്ന് നമുക്കൊരു മനോഹരമായ പാട്ട് കേൾക്കാം, കെസിയ ആൻഡ് മാത്യു. അതിനുശേഷം ഒരു സ്റ്റോറി കഥയാണ് ജെൻസൺ ജോജി.
ഇപ്പോൾ പാട്ടിന് വേണ്ടി കെസിയ ആൻഡ് മാത്യുവിനെ ക്ഷണിക്കും. Praise the Lord. My soul, worship His holy name. Like never before. Oh, my soul, I will worship Your holy name. And sun comes up, it's a new day dawning. It's time to sing your song again. Whatever my past and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. Oh my soul, I will worship Your holy name. You're rich in love and you're slow to anger. Your name is great and Your heart is kind. For all Your goodness, I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. Oh my soul, I will worship Your holy name. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. Oh my soul, I will worship Your holy name. I will worship Your holy name. Lord, I will worship Your holy name. Praise the Lord. മനോഹരമായ ഗാനത്തിനായി കരമടിച്ച് പ്രിയ മകളെ അനുമോദിക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഒരു കഥ നമുക്ക് കേൾക്കാം. കഥയ്ക്ക് ശേഷം അലക്സ് വർഗീസ് ആൻഡ് പാർട്ടിയുടെ ഗ്രൂപ്പ് സോങ് ഉണ്ടായിരിക്കും. റെഡി ആയിരിക്കാൻ ഓർപ്പിക്കുന്നു. ഇപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി ജെൻസൺ ജോർജിയെ ക്ഷണിക്കും. Praise the Lord. I thank the Lord for giving me this opportunity. Today I'd like to share a real life missionary story called Amy the Carmichael. Let's begin. There was a lady called Amy who came from a foreign country to India to do missionaries, traveling each place by place. God sent them for a purpose to save the children from the bondage of chains. In early days in India, there was a Hindu tradition where children had to be sacrificed to the temple to get rid of the poverty happening in their family. So there was a girl called Preena. Their family was poor. So due to this, she had to, her mother took her to the temple to leave her to the gods so that they could overcome their challenges. So she left her to the temple, leaving her daughter with a wicked temple woman who was like a guardian there. Now
Prina was left to the temple and she wasn't happy living there. She tried many ways to escape and it was not a good place to stay. While Amy and her colleagues was on their journey to a place to preach, they faced a lot of difficulty, but they didn't give up. They didn't give up whatever the circumstances it was. So hearing their preaching, two children two children got struck by the Holy Spirit and accepted Christ. Both the children, by the way, both the children were Hindus. One a girl, another a boy. They tried to keep it secret, but their parents somehow found it, and due to this conversion, what their father did was, his daughter was sent to his uncle, and his son was tied up to a pillar, and he was tied up to a pillar for 3 days without any food. Amy and her colleagues prayed for the situation. Now, in the temple, a ceremony was going on, and during that, Prina tried to escape to her mother. And when she reached to her mother's place, she was a Hindu, so her mother was a Hindu, so she was scared of the traditions and scared of the temple woman and of the gods, and she didn't accept her. So her mother basically abandoned her and gave her own daughter to the temple woman, and the temple woman took her and on the journey, while on that journey, she escaped. She tried to escape, and while she was running, she bumped into a lady who was Amy. Prina saw the light in her, and from that moment, the Spirit of God came into her. So, for escaping, you know what the punishment is like. The temple woman punished Prina, and basically, she was hurt. That night, she remembered Amy and thought of her, and told this to her friend as well. While Amy was heartbroken, and she prayed for the children who are suffering in these chains. Christ comforted Prina, and that night she was very happy. But she wasn't sure if God was real. So later that night, she prayed to God to save her, and basically the whole temple was fully locked, and there was no way of escaping. But God heard the prayer and opened a door for her. She escaped through the doors and ran away. The temple woman woke up by the sound and was astonished, like how she escaped. And she tried to chase after Prina. While Prina was running, she met with an old woman and asked the whereabouts of Amy. But the old woman said she's still on her journey. But Prina didn't lose confidence and kept looking for the place. While the temple woman just lost track, she just lost track, the temple woman, Prina found a place and was running to it, and the temple woman heard and saw her and ran after her. Prina arrived, and at that same time, Amy also got there. Finally, Prina found Amy and was so excited and was basically so happy. The temple woman at that time arrived and tried to snatch her away, but the Holy Spirit was there, and Amy didn't let her to take Prina away. So the temple woman lost and went sadly. And after a few while, the two children that I was talking about, like one tied on the pillar and one sent to her uncle, they were allowed to be a Christian, and both of them came back to Amy. The whole family united together and spent time with the Lord and gave thanks for the wondrous works God had done for them. Let us always keep our faith in Christ and never be driven by the distractions of the world. And thank you for listening, and I hope you enjoyed the story and received the message. Thank you.
Praise the Lord. Thank you, Jason, for the beautiful story. മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കഥ പറയുവാൻ പ്രിയ ജനസമയ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. കരങ്ങളടിച്ച് നമുക്ക് പ്രിയ ജനസനെ അനുമോദിക്കാം. ഹല്ലേലൂയ. Praise the Lord. അടുത്തതായിട്ട് ഗ്രൂപ്പ് സോങ്, അതിനുവേണ്ടി അലക്സ് വർഗീസ് ആൻറ്റിയെ ക്ഷണിക്കുന്നു. ഗ്രൂപ്പ് സോങ്ങിന് ശേഷം നമുക്ക് ഒരു ലഘു സന്ദേശം ദൈവവചനത്തിൽ നിന്ന് കേൾക്കാം. സിസ്റ്റർ ലീന ബെൻ ഡേവിഡിന്റെ ഒരു സന്ദേശം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഗ്രൂപ്പ് സോങ്. എല്ലാ ദേവദാസനെ, എല്ലാ PIP മെമ്പേഴ്സ് എല്ലാവർക്കും ദൈവനാമത്തില് വന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദിവസത്തിൽ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രാണപ്രിയനെ പ്രത്യാശകാരണനേ, എന്റെ വരവു നിனைക്കുമ്പോൾ എനിക്ക് ആനന്ദം വരുന്നുണ്ട്. എന്റെ പ്രാണപ്രിയനെ പ്രത്യാശകാരണനേ, എന്റെ വരവു നിனைക്കുമ്പോൾ എനിക്ക് ആനന്ദം വരുന്നുണ്ട്. ആനന്ദം വേറെയുണ്ട്, എനിക്ക് ആനന്ദം വേറെയുണ്ട്. യേശുവിൻ പോലുള്ള നിത്യതയോടുമ്പോൾ ആനന്ദം വേറെയുണ്ട്. ആനന്ദം വേറെയുണ്ട്, എനിക്ക് ആനന്ദം വേറെയുണ്ട്. യേശുവിൻ പോലുള്ള നിത്യതയോടുമ്പോൾ ആനന്ദം വേറെയുണ്ട്. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിനാഗ്രഹമല്ലോ ഏറ്റവും നല്ല. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിനാഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. സ്വർഗീയ ഇഷ്ടങ്ങൾ ചെയ്തു പോകിടാം. സ്വർഗീയ ഇഷ്ടങ്ങൾ ചെയ്തു പോകിടാം. ആനന്ദം വേറെയുണ്ട്, എനിക്ക് ആനന്ദം വേറെയുണ്ട്. യേശുവിൻ പോലുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദം വേറെയുണ്ട്. എനിക്ക് ആനന്ദം വേറെയുണ്ട്. യേശുവിൻ പോലുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദം വേറെയുണ്ട്. മണി പോൽ മണ്ണിൽ നമ്മുടെ ജീവനെ ആത്മനാഥിനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഒത്തിടല്ലേ. മണി പോൽ മണ്ണിൽ നമ്മുടെ ജീവനെ തിരിച്ചിടാം. ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഒത്തിടല്ലേ. അന്ത്യനാളിൽ 100 പേര് കാഴ്ചവെച്ചിടുമ്പോ സ്വകീയ സൈന്യമാർക്കുനാളും കുഴപ്പമേ. അന്ത്യനാളിൽ 100 പേര് കാഴ്ചവെച്ചിടുമ്പോ സ്വകീയ സൈന്യമാർക്കുനാളും കുഴപ്പമേ. ആനന്ദം വേറെയുണ്ട്, എനിക്ക് ആനന്ദം വേറെയുണ്ട്. യേശുവിൻ പോലുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദം വേറെയുണ്ട്. ആനന്ദം വേറെയുണ്ട്, എനിക്ക് ആനന്ദം വേറെയുണ്ട്. യേശുവിൻ പോലുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദം വേറെയുണ്ട്. Thank you. മനോഹരമായ ഗാനത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ യേശു കർത്താവിനോട് കൂടെ വാരുന്ന ആ സുദിനം ഓർക്കുമ്പോൾ സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ അടുത്ത പ്രോഗ്രാം ഒരു ലഘു സന്ദേശമാണ്. ദൈവവചനത്തിൽ നിന്ന് അല്പസമയം സൂക്ഷിക്കുവാൻ സിസ്റ്റർ ലീന ബെൻ ഡേവിഡ്, ലീന സിസ്റ്ററെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നല്ല സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കൂട്ടായ്മയ്ക്ക് ശേഷം വീണ്ടും PIP കർത്താവിന്റെ പാദപീഠയായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് അല്പസമയത്ത് ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 18 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ്. ഒരു ചെറിയ സമയം മാത്രം, 2-3 മിനിറ്റ് മാത്രം ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ഒന്നിച്ച് ഷെയർ ചെയ്ത് ദൈവസ്ഥലിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും വചനത്തിൽ അധികമായ അറിവുള്ളവരാണ്. എന്റെ ഈ ചെറിയ മെസ്സേജിൽ വന്നു പോകുന്ന കുറവശങ്ങൾ, തെറ്റുകൾ പ്രിയപ്പെട്ടവർ എന്നോട് സദയം ക്ഷമിക്കണമേ എന്ന് ആദ്യമായി ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 18 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ.
എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണിത്. ദൈവത്തിന്റെ അസംഖ്യമായ സ്നേഹത്തെയും കരുണയും ഓർത്തുകൊണ്ട് ദാവീദ് എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമായി ഇതിനെ കാണുന്നു. മാത്രവുമല്ല, ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തോട് ഏറ്റുപറയുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് ഇത്. ദൈവത്തോട് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഏറ്റുപറയാൻ കഴിയണം, കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. വാസ്തവത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ മക്കളായ നാം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. അങ്ങനെയാണല്ലോ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റെന്തിനേക്കാളും ഏതിനേക്കാളും അധികമായി നാം ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ ശിഷ്യരായി തീരുവാൻ കഴിയുകയുള്ളൂ. കർത്താവിന്റെ ശിഷ്യനായ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നു, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന്. അത് ദൈവ സ്നേഹമാവുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി അവൻ വലിയവ കരുതി വെച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വചനത്തിൽ നാം കാണുന്നുവല്ലോ. ഈ ദിവസങ്ങളിൽ നാം ഉറപ്പുവരുത്തണം, നാം ദൈവത്തെ അധികമായി സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. മാത്രവുമല്ല, ദിവസേനയുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ദൈവത്തോട് ഏറ്റുപറയണം, കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അതുപോലെ തന്നെ നാം എല്ലാവരും ദൈവത്തെ ഭയപ്പെട്ട് ഓരോ ദിവസവും ജീവിക്കുന്നവരാണ്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് നാം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യങ്ങളൊക്കെ ദിവസേന നാം വചനത്തിൽ വായിക്കുന്നതാണ്. എന്നാൽ ഇന്ന് രാത്രികാലം നമുക്ക് സർവശക്തനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമുക്ക് പറയാം, സർവശക്തനായ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പറയാം, കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ എപ്പോഴും കർത്താവ് ഉണ്ടായിരിക്കും. ഈ സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. അതെ, യഹോവയുടെ ദാസനായ ദാവീദ് ഈ സങ്കീർത്തനത്തിൽ യഹോവയ്ക്ക് നൽകിയിരിക്കുന്ന 8 വിശേഷണങ്ങളാണ്. എന്റെ ശൈലം, എന്റെ കോട്ട, എന്റെ രക്ഷകൻ, എന്റെ ദൈവം, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറ, എന്റെ പരിച, എന്റെ രക്ഷയായ കൊമ്പ്, എന്റെ ഗോപുരം. അതെ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ കരുതുന്ന ദൈവം, നമ്മെ പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ കുറവശങ്ങൾ ക്ഷമിച്ച് നമ്മെ ഓരോ ദിവസവും നമ്മെ ദിനം പ്രതി കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ്. ആ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് കടന്നു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കിലൂടെ നിർത്തുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന PIP സെക്രട്ടറി, മറ്റു ഭാരവാഹികളുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ധാരാളമായി വീണ്ടും ഉപയോഗിക്കട്ടെ. അടുത്തായിട്ടൊരു ഫാമിലി സോങ് ആണ്. ഫാമിലി സോങ്ങിന് ശേഷം 1, 2, 3 പ്രോഗ്രാം കൂടെ നമുക്കുണ്ട്. വേഗത്തിൽ പ്രോഗ്രാമുകൾ നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഫാമിലി സോങ്ങിനായിട്ട് വിനോദ് മാത്യു ആൻഡ് ഫാമിലിയെ ക്ഷണിക്കുന്നു. അതിനുശേഷം സ്പെഷ്യൽ പ്രോഗ്രാം ലിജോ സാജന്റെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫാമിലി സോങ്, വിനോദ് മാത്യു ആൻഡ് ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് PIP ആയി കൂടി വരുവാൻ എല്ലാ ദൈവമക്കളെയും ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനേക നാളുകൾക്ക് ശേഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. യേശു മഹോന്നതനെ, മഹോന്നതനെ, വേഗം കാണാം, മൽ പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ, വേഗം കാണാം, മൽ പ്രേമകാന്തനെ കാണാം. സുന്ദര രൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, മൽ പ്രേമകാന്തനെ കാണാം. സുന്ദര രൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, മൽ പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരങ്ങ് മശിഹായോടു വാഴുമ നാട്ടിൽ
കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരങ്ങ് മശിഹായോടു വാഴുമ നാട്ടിൽ യേശു മഹോന്നതനി മഹോന്നതനി വേഗം കാണാം മൽ പ്രേമകാന്തനെ കാണാം പൊന്മണി മാലയവൻ എനിക്കു തരും ശുഭവസ്ത്രം നാഥൻ എന്നെ ധരിപ്പിക്കുമങ്ങ് പൊന്മണി മാലയവൻ എനിക്കു തരും ശുഭവസ്ത്രം നാഥൻ എന്നെ ധരിപ്പിക്കുമങ്ങ് കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ എനിക്കായി ഒരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ എനിക്കായി ഒരുക്കിയ വീട്ടിൽ യേശു മഹോന്നതനി മഹോന്നതനി വേഗം കാണാം മൽ പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനി മഹോന്നതനി വേഗം കാണാം മൽ പ്രേമകാന്തനെ കാണാം രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട് 4 ജീവികൾ പാടുമവിടെ രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട് 4 ജീവികൾ പാടുമവിടെ ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭുവനദേശം ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭുവനദേശം യേശു മഹോന്നതനി മഹോന്നതനി വേഗം കാണാം മൽ പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനി മഹോന്നതനി വേഗം കാണാം മൽ പ്രേമകാന്തനെ കാണാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ വിനോദ കുടുംബത്തെ ധാരാളം അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഗാനത്തിനായി കരങ്ങളടിച്ച കുടുംബത്തെ നമുക്ക് അനുമോദിക്കാം. അടുത്ത സ്പെഷ്യൽ പ്രോഗ്രാം അതിനുവേണ്ടി ലിജോ സാജിനെ ക്ഷണിക്കുന്നു. സമയമുണ്ടോ ചെയ്യാൻ വേണ്ടി? നല്ല അടുത്ത ആഴ്ച കുഴപ്പമില്ല. എത്ര സമയം എടുക്കേണ്ടി വരും? 5-10 മിനിറ്റ് വേണ്ടി വരും. അതുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്താലും കുഴപ്പമില്ല. 10 മിനിറ്റ് വേണം അല്ലേ? 10 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് അടുത്ത VIP-യില് ഈ പ്രോഗ്രാം ആദ്യം നമ്മൾ ഉൾക്കൊള്ളിക്കാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ലിജോ സാജൻ ബ്രദറിന്റെ സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ അടുത്ത VIP-യിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് മ്യൂസിക് അതിനുവേണ്ടി ജെൻസൺ ജോജിയെ ക്ഷണിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. മനോഹരമായ മ്യൂസിക്കിനായി നമുക്ക് കരമടിച്ച് പ്രിയ ജൻസിനെ അനുമോദിക്കാം. ദൈവം ധാരാളം പ്രിയ പൈതലിനെ അനുഗ്രഹിക്കട്ടെ. ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എത്രത്തോളം അനുഗ്രഹകരമായി നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അല്പസമയം മുൻപോട്ട് പോയി ഒന്നും തന്നെ ഞാൻ ഇനി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ വർദ്ധിപ്പിച്ചു തരുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ചില മാസങ്ങൾക്ക് ശേഷം 1.5 വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും PYPA പ്രോഗ്രാം ആരംഭിക്കുവാൻ സ്വർഗത്തിൽ ദൈവം സാവകാശം നൽകി തന്നല്ലോ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരെയും മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. നാളത്തെ നമ്മുടെ ആരാധന ബ്രദർ ആൻഡ് സഭ ഹാളിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് കൂടുവാൻ ആഗ്രഹിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. 30 പേർക്ക് ആരാധനയിൽ സംബന്ധിക്കാം. നമ്മുടെ ബെൻ പാസ്റ്റർ സഹോദരിയുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആ കൂട്ടായ്മയിൽ നാളെ വരുന്നവർ അല്ലാത്തവർ പ്രിയ ജോജിച്ചാനുമായിട്ട് ആ കാര്യങ്ങൾ ഓർപ്പിക്കുകയും അത് സംസാരിക്കുകയും അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ പ്രോഗ്രാമുകൾ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ബലപ്പെടുത്തിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പറയുവാൻ മുമ്പോട്ട് സമയം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ജോയിൻ ചെയ്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളത്തെ മീറ്റിംഗുകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നാളത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വന്ന് സംബന്ധിക്കുവാൻ കഴിയുന്നവർ താല്പര്യത്തോടെ വരുവാൻ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ PYPA മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രിയ സെക്രട്ടറി, പ്രിയ അംഗങ്ങൾ എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രിയ അജിത് ഡാനി ബ്രദർ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സഭാരാധനയായി കൂടുകയും ആമേൻ തുടർന്നും കർത്താവേ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ PYPA അവൻ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്നത്തെ മീറ്റിംഗിലെ ദൈവം അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലടികളിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദിവസങ്ങളുടെ കഴിയും സാക്ഷ്യത്തിലൂടെ ആമേൻ സ്തോത്രം. പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർക്ക് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വലിയ വിടുതലും ആശ്വാസവും ഒക്കെ ദൈവം കൊടുക്കണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൊക്കെയും ദൈവത്തിന്റെ കരം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ PYPA ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മനോഹരമായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവൻ പ്രോഗ്രാം ഏറ്റവർക്കൊക്കെയും അവൻ സ്തോത്രം ദൈവനാമ മഹത്വത്തിനായി ആ പ്രോഗ്രാം ഒക്കെ ചെയ്യുവാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിനെ നയിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിനായി സ്തോത്രം ചെയ്യുന്നു. PYPAയുടെ എല്ലാ ഭാരവാഹികളെയും ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രോഗ്രാം ഒറ്റ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. മേൽത്തരമായി ഇനിയും ആമേൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇനിയും പ്രോഗ്രാമുകൾ ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത PYPAക്ക് വേണ്ടി ഒരുങ്ങുവാൻ ആമേൻ അവർക്ക് പിന്നെയും ദൈവം പുതിയ കൃപകള് കാഴ്ചപ്പാടുകളൊക്കെ ദൈവം കൊടുത്ത് അവരെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന മീറ്റിംഗിനായി സ്തോത്രം. ഒരുവൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം തക്ക സമയത്ത് ദൈവം കൂട്ടി വരുത്തണമേ. എല്ലാ ശുശ്രൂഷകളും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ദൈവം സഹായിക്കണേ. ഞങ്ങളെ ഒരാഴ്ച ജീവിക്കാൻ ആവശ്യമാകുന്ന എല്ലാ കൃപയും തന്ന ദൈവം സംരക്ഷിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേക കർത്താവേ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളോടൊപ്പം ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ദൈവമക്കള് പ്രിയപ്പെട്ടവർ, അതുപോലെ ഇപ്പൊ ഡ്യൂട്ടിയിലായിരിക്കുന്നവര്, ആമേൻ മീറ്റിങ്ങിന് വരുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ എല്ലാവരും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ ആമേൻ അനുഗ്രഹിക്കും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദത്തോടെ നമുക്ക് ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും ആരാധനയെ സംബന്ധിച്ച പ്രിയപ്പെട്ടവരോടും പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും യേശു കർത്താവിന്റെ മടങ്ങി വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം ചെയ്യുന്ന കർത്താവിനെ വീണ്ടും കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. പ്രൈസ് ദി ലോർഡ്. നാളത്തെ ആരാധനയെ ഓർത്ത് പ്രാർത്ഥിക്കുക, കടന്നു വന്ന് സംബന്ധിക്കുക. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി PYPAയുടെ സെക്രട്ടറിയോടും എല്ലാ ഭാരവാഹികളോടും നന്ദി അറിയിക്കുന്നു. അടുത്ത മാസം നമുക്ക് രണ്ടാമത്തെ ഇതുപോലെ PYPAയുടെ പ്രോഗ്രാമുകൾ ചെയ്യുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.